അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിരിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം കുത്തുബിയത്തുമായി ബന്ധപ്പെട്ട് ചുഅലി നടത്തിയ ഒരു പ്രസ്താവനക്കെതിരെ ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് കുത്തുബിയത്ത് 7 നിന്ന് വായിച്ച് അഖീദ സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അഖീദ സമ്മേളനത്തിനെ സംബന്ധിച്ച് നൗഷാദിന്റെ ഒരു മണ്ടത്തരം, അതോടുകൂടി നമുക്ക് ഇത് തുടങ്ങാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മർക്കദു സഖാഫത്തി സുന്നിയയിൽ ഒരു അഖീദ സമ്മേളനം വിളിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ചുഅലി മൗലവി കുത്തുബിയത്ത് ഓതുന്ന പള്ളികളൊക്കെ അമ്പലങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഖീദ സമ്മേളനം വിളിച്ചു എന്നാണ് ഈ നൗഷാദ് പൊട്ടത്തരം പറയുന്നത്. ഈ അഖീദ സമ്മേളനം 5-8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ച ഒരു സമ്മേളനമാണ്. എന്ന് പറഞ്ഞാൽ SYSന്റെ പ്ലാറ്റിനം ഇയർ, ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം കേരള യുവജന സമ്മേളനം 2024 ഡിസംബർ 27, 28, 29 തീയതികൾ തൃശ്ശൂരിൽ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാ യൂണിറ്റുകളിലേക്കും പ്രവർത്തന പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം കൈമാറിയിട്ടുണ്ട്. അതിന്റെ 19ാമത്തെ പേജിൽ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പദ്ധതികൾ, പരിപാടികൾ എന്നിടത്ത് കാണാം ഖുർആന്, ഹദീസ്, തസവുഫ്, അഖീദ സമ്മേളനങ്ങൾ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടക്കുന്ന സമ്മേളനമാണിത്. എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം ഇയർ സമ്മേളനം അതിന്റെ പദ്ധതികളിൽപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ അഖീദ സമ്മേളനം. അല്ലാതെ ചുഅലി കുത്തുബിയത്ത് ഓതുന്ന പള്ളികളൊക്കെ അമ്പലാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു അഖീദ സമ്മേളനം അല്ല. ആ അഖീദ സമ്മേളനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് എത്രയോ സമയങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനിടയിൽ ചുഅലി പറഞ്ഞ ഒരു വിഷയം കുത്തുബിയത്തുമായി ബന്ധപ്പെട്ട് പേരോട് ഉസ്താദ് പറഞ്ഞു എന്ന് മാത്രം. വളരെ കുറഞ്ഞ സമയം മാത്രമേ അതിന് എടുത്തിട്ടുള്ളൂ. പേരോട് ഉസ്താദ് ആ വിഷയം പറയുന്നുണ്ട്. ഇതൊക്കെ കൂടി വിശദീകരിക്കുകയാണെങ്കിൽ സമയം മതിയാകൂല എന്നൊക്കെ പേരോട് ഉസ്താദ് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് കുത്തുബിയത്തിലേക്ക് തന്നെ വരാം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കുത്തുബിയത്തിന്റെ 7ലുള്ള ആദ്യത്തെ ദുആവും അതുപോലെ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ആ 2 ബൈത്തുകളും അതോടൊപ്പം കുത്തുബിയത്തിന്റെ അവസാനത്തിലുള്ള ദുആവും ഒക്കെ വിശദീകരിച്ച് ഇതൊക്കെ തൗഹീദ് സ്ഥിരപ്പെടുത്തുന്നതാണ്, അല്ലാതെ ഇതൊന്നും ശിർക്കിന്റെ വചനങ്ങളല്ല എന്ന് പറഞ്ഞപ്പോ നൗഷാദ് അവിടെ ചാടി വീണ് ആ ദുആവും, ആദ്യത്തെ ദുആവും അവസാനത്തെ ദുആവും കുത്തുബിയത്തിൽ പെട്ടതല്ല. കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ സദഖത്തുല്ലാഹിൽ കാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉണ്ടാക്കിയ ഖസീദത്തുൽ കുത്തുബിയയാണ് എന്ന് മഹാപൊട്ടത്തരം പറഞ്ഞു. നമ്മൾ അത് വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചു. കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ ഈ തുടക്കത്തിലുള്ള ദുആവും അവസാനത്തിലുള്ള ദുആവും ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ആ 2 ബൈത്തുകളും അതോടൊപ്പം ഖസീദത്തുൽ കുത്തുബിയയും ഇതൊക്കെ അടങ്ങിയതാണ് കുത്തുബിയത്ത്. അത് കോർവയാക്കി റെഡിയാക്കി എടുത്തത് പൊന്നാനിയിലെ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാരാണ് എന്ന് പറഞ്ഞപ്പോ നൗഷാദ് അതിനെതിരെ പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിടികൂടി അയാൾ വായിച്ചതൊന്നും കുത്തുബിയത്തിന്റെ വരികൾ എന്ന് പറയാൻ പറ്റിയ ഒരൊറ്റൊന്നും അതിലില്ല എന്ന് നമ്മൾ കൃത്യമാക്കി. അതെന്തേ അതൊന്നും കുത്തുബിയത്തിൽ പെട്ടതല്ല എന്നിട്ട് കറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ കുത്തുബിയത്തിന്റെ വരികളിൽ പെട്ടതായിട്ട് പറയാൻ പറ്റുന്നതില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉരുളല്. എന്താ നൗഷാദ് അവിടെ സംഭവിച്ചത്? സംഭവത്തിൽ പറഞ്ഞത് അബദ്ധമാണ്, പൊട്ടത്തരമാണ് എന്ന് പിടുത്തം കിട്ടിയതിന്റെ ശേഷം കടന്ന് ഉരുളുന്ന ചില രംഗങ്ങളാണ് ഇതൊക്കെ. അപ്പൊ മൂപ്പര് ഓരോന്നും ഇങ്ങനെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ അത് പറയുമ്പോൾ തന്നെ മൂപ്പര മുഖത്ത് ഒരു ജാള്യത കാണാം. കാരണം സദസ്സിലുള്ള ആളുകളൊന്നും കാര്യമായിട്ട് പ്രതികരിക്കണില്ല. അപ്പൊ അതിങ്ങനെ ഒരു രസം കിട്ടണില്ല പറച്ചിലിന്. അത് കേട്ടോ നിങ്ങൾ. ഇപ്പോ വീണയിടത്ത് പിന്നെയും ഉരുണ്ടുകൂടാനാണ് ചിലരെ ശ്രമം. ഓരോരുത്തർ യൂട്യൂബിൽ ഇങ്ങനെ മറുപടി ഇറക്കാം നമുക്ക്. ഇപ്പൊ പറയുന്നത് എന്താ നിങ്ങള്, കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ അത് മഹാനായ സദഖത്തുല്ലാഹിൽ കാഹിരി രചിച്ചൊന്നും അല്ല അത്രേ. അത് അതിന്റെ ആദ്യത്തിലുള്ള ദുആയും അവസാനത്തിലുള്ള ദുആവുമാണ് കുത്തുബിയത്ത് എന്നാണ് മൗലവിമാര് ന്യായീകരിക്കുകയാണ്. സഹോദരങ്ങളെ, എവിടുന്ന് എന്ത് പറ്റിയവർക്ക് കുത്തുബിയത്ത് എന്ന് പറഞ്ഞപ്പോ അതാത്രേ. ഇതിനാണ് കണ്ണുക്ക് നോക്കി നുണ പറയാൻ പറഞ്ഞത്. സദസ്സിലേക്ക് ഇങ്ങനെ നോക്കണോണ്ട് മൂപ്പര് നുണ പറഞ്ഞാൽ പൊളിയോന്നുള്ള ഒരു ബേജാറുണ്ട്. ഈ പച്ച നുണല്ലപ്പോ ഈ പറഞ്ഞത്. ആരാ അങ്ങനെ പറഞ്ഞത്? കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള ദുആവും അവസാനത്തിലുള്ള ദുആവാണ് കുത്തുബിയത്ത്. ഖസീദത്തുൽ കുത്തുബിയൊന്നും ഏതിൽപ്പെട്ടതല്ല, കുത്തുബിയത്തല്ല എന്ന് ആരാ പറഞ്ഞേ? നുണ പറയുന്നേ. എന്താ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചാൽ ഒന്ന് കേട്ടുക. പൊങ്ങളം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. 50ഓളം ഗ്രന്ഥങ്ങൾ മഹാനവർകൾ രചിച്ചിട്ടുണ്ട്. ആ ഇബ്രാഹിം മുസ്ലിയാരാണ് ഈ കുത്തുബിയത്ത് ക്രോഡീകരിച്ചത്. അതില് നേരത്തെ പറഞ്ഞ സദഖത്തുല്ലാഹിൽ കാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഖസീദത്തുൽ കുത്തുബിയയും അതോടൊപ്പം അഷ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ എന്ന് തുടങ്ങുന്ന 2 ബൈത്തുകളും മഹാനായ ഇബ്രാഹിം മുസ്ലിയാരുടെ വകയായിട്ടുള്ള ദുആകളും ഇതെല്ലാം കൂടിയതാണ് കുത്തുബിയത്ത്. ഇതല്ലേ നമ്മൾ കുത്തുബിയത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ഖസീദത്തുൽ കുത്തുബിയ കുത്തുബിയത്തിൽ പെട്ടതല്ല. ആദ്യത്തെ ദുആവും അവസാനത്തെ ദുആവും മാത്രമാണ് കുത്തുബിയത്ത് എന്ന് എവിടെ നമ്മൾ പറഞ്ഞത്?
ഈ കളവ് ആവർത്തിക്കന്നെ ഒന്നുകൂടി കൊണ്ടുപോക്കി നിങ്ങൾ. എന്നിട്ട് ഇപ്പൊ കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ അതാ ഖസീദയല്ല, ഖസീദത്തുൽ കുത്തുബിയത്ത് വേറെയാണ്, കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്തൊക്കെ ന്യായീകരണങ്ങളാണ്! സുബ്ഹാന ജല്ല ജലാലുഹു. ആഖിറവും ഭയല്ല, അള്ളാഹനെയും ഭയല്ല, റസൂലിനെയും ഭയല്ല, ന്യായീകരണം മാത്രം. കേട്ടില്ലേ? ഇവിടെ ന്യായീകരിച്ച് ആകെ വസലത്തരത്തിലേക്ക് പോകുന്നത് ആരാണ്? ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് തിരിയൂലേ? എന്നിട്ട് എന്താണ് കുത്തുബിയത്ത്, എന്താണ് ഖസീദത്തുൽ കുത്തുബിയ, അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ 2 ഉസ്താദുമാരുടെ ക്ലിപ്പുകൾ കൊണ്ടുവരുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കുക. അതൊക്കെ ഈ ഉരുളിച്ചന്റെ ഭാഗമാണ് കേട്ടോ. കേൾക്കുന്ന ഏതൊരാൾക്കും തിരിയും എന്താണ് ആ ഉസ്താദുമാർ അതിൽ പറയുന്നത് എന്ന്. പക്ഷെ കുരുവട്ടൂരികൾക്ക് തിരിയില്ല. അത് തലച്ചോറ് എവിടെയോ കൊണ്ടുപോയി പണം വെച്ചത് കൊണ്ടാണ്. ഏതായിരുന്നു നമ്മളൊന്ന് കേട്ടു നോക്കാം. എന്താ ഖസീദത്തുൽ കുത്തുബിയ, എന്താ കുത്തുബിയത്ത്? ഇവിടെ അറിയാത്തവരാണോ ആളുകൾ? ആണോ ഇവിടെ? പറയട്ടെ നമ്മളെ ഇന്റർനാഷണൽ ദായി എന്ന് പറഞ്ഞൊരു ബെയ്ത്ത്. ഒന്നുകൂടി തലക്കാൻ തന്നെ. കുത്തുബിയ്യ എന്ന് പറഞ്ഞൊരു ബെയ്ത്ത് അതാണ്. സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ ഉണ്ടാക്കിയ ഒരു ബെയ്ത്തുണ്ട്, ഖസീദത്തുൽ കുത്തുബിയ്യ. അത് കുത്തുബ് തങ്ങളെ വിളിക്കുന്ന, മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വിളിക്കുന്ന ഒരു ബെയ്ത്താണ് അത്. അപ്പൊ ആ ബെയ്ത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വിളിയും ഉണ്ട്, യാ ഗൗസൽ ആദം യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ. അതില് വമൻ യുനാദി സ്മി അൽഫൻ ബിഖൽവതിഹി. ബഹുമാനപ്പെട്ട ഹക്കീം അസ്ഹരി ഉസ്താദ് പറയുന്നത് സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് കുത്തുബിയ്യ എന്ന് പറയുന്ന ഒരു ബെയ്ത്ത് ഉണ്ട് എന്നാ പറയുന്നത്. അതിനെ സംബന്ധിച്ച് നൗഷാദ് പറയുന്നത് കേട്ടു നോക്കിങ്ങള്. കണ്ടോ? കുത്തുബിയ്യത്ത് എന്ന ബെയ്ത്ത് അത് രചിച്ചതാരാ? സദഖത്തുല്ലാഹിൽ ഖാഹിരിയാണ്. അപ്പൊ കുത്തുബിയ്യത്ത് എന്ന് നേരെ പറയുന്നത് ഈ ഖസീദക്കാണ്. അതാര് രചിച്ചു? സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ രചിച്ചു. എങ്ങനെയുണ്ട് വിശദീകരണം? ഇതൊക്കെ കൂടി പറഞ്ഞപ്പോ സദസ്സിലുള്ള ആളുകൾ ഇങ്ങനെ കുറച്ചൊക്കെ അന്തള്ളവരുണ്ടാവുമല്ലോ കൂട്ടത്തില്, ഇങ്ങനെ കണ്ണ് മേപ്പെട്ട് നോക്കിയപ്പോഴാണ് തോന്നുന്നത്. നൗഷാദ് അവരോട് ചോദിച്ചാൽ മനസ്സിലായില്ലേ? ഒന്നുകൂടി മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ. മനസ്സിലായിട്ടില്ലേ കുത്തുബിയ്യത്തിന്റെ മഅന എന്ന വേറൊരാളും കൂടി കൊണ്ടുവരാൻ പോവാണ്. നമ്മളെ അവതാരവാദമൊക്കെ ഉണ്ട് കാരണം പിന്നെ മുങ്ങിയ ഒരാളുണ്ടല്ലോ, നമ്മളെ പകര ഹസനി. മൂപ്പര് കുത്തുബിയ്യത്ത് എന്താന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞമ്മക്ക് അതിന്റെ ആവശ്യമില്ല, അവർ വ്യക്തമാക്കി കൊടുക്കട്ടെ. നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്ക്. ആ ജീലാനി തങ്ങളുടെ മദ്ഹിൽ എഴുതപ്പെട്ട ഖസീദകളിൽ സുപ്രസിദ്ധ ഖസീദയാണ് കായൽപട്ടണം കഴിഞ്ഞുപോയ സദഖത്തുല്ലാഹിൽ ഖാഹിരി എഴുതിയ ഖസീദത്തുൽ കുത്തുബിയ്യ. കുത്തുബിയ്യ എന്ന ഖസീദ കുത്തുബിനെ സംബന്ധിച്ച്, കുത്തുബുൽ അഖ്താബിനെ സംബന്ധിച്ച് എഴുതപ്പെട്ട ഖസീദ, കവിത എന്നർത്ഥം. അത് ആ ഖസീദ എഴുതിയത് സദഖത്തുല്ലാഹിൽ ഖാഹിരിയാണ്. നമ്മളെ കയ്യിലുള്ള കുത്തുബിയ്യത്ത് എന്ന് പറയുന്ന അത് സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടേത് മാത്രമല്ല, അതിൻ്റെ മുഖവുരയും ആ മുഖവുരയിലെ ഫാത്തിഹകളും അതുപോലെ തന്നെ ലാസ്റ്റുള്ള ദുആകളും അതുപോലെ തന്നെ ഈ ബെയ്ത്തിന്റെ തുടക്കത്തിലുള്ള ഇനബുത്തഅത്ത് എന്ന വരിയൊക്കെ വേറെ പണ്ഡിതന്മാരുടെ രചനയാണ്. ഹക്കീം അസ്ഹരി ഉസ്താദ് പറഞ്ഞേ കുത്തുബിയ്യ എന്ന് പറയുന്ന ബെയ്ത്ത്, അതിനെ സംബന്ധിച്ച് അതന്നെ ബെയ്ത്ത് എന്ന ഖസീദ, അതിനെ സംബന്ധിച്ചാണ് ഹക്കീം അസ്ഹരി ഉസ്താദ് പറഞ്ഞത്. ഇതെങ്ങനെ കുത്തുബിയ്യത്തും ഖസീദത്തുൽ കുത്തുബിയും കിട്ടുമോ? നൗഷാദ് അവിടെ പറഞ്ഞൊപ്പിച്ച് കണ്ടില്ലേ? ഖസീദത്തുൽ കുത്തുബിയ്യത്ത് എന്റെയാണ് കുത്തുബിയ്യത്ത് എന്നൊക്കെയാണ് പറഞ്ഞാണ്ടാണ്ട് ഒച്ചുണ്ടാക്കിയിട്ട് ആളുകൾക്ക് തിരിഞ്ഞില്ല. ഈ പറഞ്ഞ പൊട്ടത്തരല്ലേ എന്ന് ആൾക്കാർക്ക് തന്നെ മനസ്സിലാക്കണേ. അപ്പൊ പിന്നെ മൂപ്പര് അത് വിശദീകരിക്കാൻ വേണ്ടി വേറെ ഒരാൾ ക്ലിപ്പ് പറഞ്ഞാണ്ട് ബഹുമാനപ്പെട്ട പകര ഉസ്താദിന്റെ ക്ലിപ്പ് ഉണ്ട്. ഇതിന്റെ ലാസ്റ്റ് നൗഷാദ് പറഞ്ഞിട്ടില്ലേ, കണ്ടോ കൃത്യമാണ് എന്ന്. എന്ത് കൃത്യമാണെന്നാ പറഞ്ഞത്? കൃത്യമാക്കാൻ വേണ്ടി ഉരുണ്ട് മറിഞ്ഞ് ഒപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ലാസ്റ്റ് ഇടും. ഇതിൽ പകരസ്താദ് എന്താ പറഞ്ഞത്? എത്ര കൃത്യമായിട്ടാണ് വിശദീകരിക്കുന്നത്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹിലായിട്ട് സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഖസീദയാണ് ഖസീദത്തുൽ കുത്തുബിയ്യ, കുത്തുബുൽ അഖ്താബ് തങ്ങളെ സംബന്ധിച്ചുള്ള ഖസീദ എന്ന് പറഞ്ഞിട്ട് പകരസ്താദ് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഖസീദ മാത്രമല്ല കുത്തുബിയ്യത്ത്, അതിന്റെ തുടക്കത്തിലുള്ള ദ്വാവും അവസാനത്തിലുള്ള ദ്വാവും ഒക്കെ അതിൽ കൂട്ടിയത് വേറെ പണ്ഡിതന്മാരാണ് എന്ന്. ആ പണ്ഡിതന്മാർ ആരാണ് എന്ന് പകരസ്താദ് അവിടെ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. അത് ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് നൗഷാദ് വിട്ടത്. ഏതായാലും നമ്മൾ അതൊന്ന് കേട്ടുവെക്കാം. ബഹുമാനപ്പെട്ട പൊന്നാനി കൊങ്ങണം ഇബ്രാഹിം മുസ്ലിയാർ എന്ന വലിയ നിറഞ്ഞ പണ്ഡിതനാണ്. ഇബ്രാഹിം മുസ്ലിയാർ ചാലിയുമായി നല്ല ബന്ധമുള്ള ആളാണ്. അവിടുത്തെ 2 ഭാര്യമാരിൽ ഒരു ഭാര്യ ചാരിയത്തുകാരിയാണ്. വലിയ കറാമത്തുകളും വലിയ അനുഭവങ്ങളുമുള്ള 50-ലേറെ രചനകളുടെ ഉടമയാണ് ഇബ്രാഹിം മുസ്ലിയാർ. ഏതായിരുന്നാൽ വലിയ മഹാനാണ് വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ. മൂപ്പരാണ് ഇതിന്റെ മുഖവുര എഴുതി അതിലുള്ള ഫാത്തിഹകളും ദുആകളും ഒക്കെ കിതാബുകളിൽ നിന്ന് കണ്ടെടുത്ത് എഴുതുകയും ലാസ്റ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്ലേഗ് ബാധിച്ചാലൊക്കെ പല മഹാന്മാർക്കും സ്വപ്നങ്ങളിലൂടെ അല്ലാതെയൊക്കെ അറിയിച്ചു കൊടുത്ത ദുആകൾ കിതാബുകളിൽ നിന്ന് കണ്ടെടുത്ത് ബഹുമാനപ്പെട്ടവരെ ലാസ്റ്റും തുടക്കത്തിലും ആ
ആ ദുആകളും ആ ആസാറുകളൊക്കെ എഴുതി നടുവിൽ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ എഴുതിയ ഖസീദത്തുൽ ഖുതുബിയയും ചേർത്തു. അങ്ങനെ ഈ രചന ഇന്ന് ആരുതാണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം മുസ്ലിയാരുടേതാണ്. കവിത ആരുതാണെന്ന് ചോദിച്ചാൽ സദഖത്തുല്ലാഹിൽ ഖാഹിരി. അതുകൊണ്ട് ഖുതുബിയത്തിന്റെ തുടക്കത്തിൽ ഖസീദന്റെ തുടക്കത്തിൽ ഇബ്രാഹിം മുസ്ലിയാർ കൊടുത്ത വരികൾ ഉണ്ട്. ഖസീദത്ത് ഈ സദഖത്തുല്ലാഹിൽ ഖാരിയുടെ തുടക്കത്തിൽ ഇല്ലതാണ്. അപ്പോൾ നമ്മളെ ഖുതുബിയത്ത് കൊല്ലുമ്പോൾ ഈ രണ്ട് വരികൾ ചെല്ലണം. അത് ചേർത്ത് ഒഴിവാക്കിയത് തെറ്റായിപ്പോയി, മനസ്സിലായില്ല? ശ്രദ്ധിക്കണം. അത് സദഖത്തുള്ള ചെല്ലിയതിൽ ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഒഴിവാക്കിയത്. അതിന് സദഖത്തുള്ള ചെല്ലിയതല്ല ഖുതുബിയത്ത്. ഖുതുബിയത്ത് എന്ന് പറഞ്ഞത് കുറേ ദുആകളും കുറേ ദിക്റുകളും പലതും അടങ്ങിയ വേറൊരു ലോകമാണ്. അതിലൊരു ഘടകം മാത്രമാണ് ആര്, സദഖത്തുള്ളാന്റെ ഖസീദ. അതിൽ ഇന്നബത്താത്ത് ഓറത്തുണ്ട്, അതിന് കുറേ ഫാത്തിഹയുണ്ട്, ജിന്നുകൾക്ക് ഫാത്തിഹയുണ്ട്, മൗലിയാക്കന്മാർക്ക് ഫാത്തിഹയുണ്ട്, ലാസ്റ്റ് 2 ദുആ ഉണ്ട്, വലിയൊരു ദുആ ഉണ്ട്, ചെറിയൊരു ദുആ ഉണ്ട്. ഇതെല്ലാം കൂടി ആ മജ്മൂഅ് മൊത്തത്തിന്റെ പേരാണ് ഇത് ഖുതുബിയത്ത് എന്ന് പറയുന്നത്. അത് ഇബ്രാഹിം കുട്ടികളുടെ രചനയാണ്. അതിൽ ഇന്നബത്താത്ത് ഓറത്തിൽ എന്ന ആ 2 വരികൾ അത് നിർബന്ധമായും വേണം, മനസ്സിലായില്ല? അപ്പോൾ ചേർത്തത് ഒഴിവാക്കിയത് വളരെ മോശമായി പോയി. പകർ ഉസ്താദ് എത്ര വ്യക്തമായിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. ആ ദുആവും അവസാനത്തെ ദുആവും അതിന്റെ നടുവിലായിട്ട് ഖസീദത്തുൽ ഖുതുബിയയും ഇതൊക്കെ കൂടിയതാണ് ഖുതുബിയത്ത്. അത് ആരുടെ രചനയാണ്? കങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാരുടേതാണ്. ഇത്ര കൃത്യമായി വിശദീകരിച്ചിട്ട് ഇനി നൗഷാദിന്റെ ദുർവ്യാഖ്യാനം നമ്മളൊന്ന് കേട്ടുവെക്കാം. കണ്ടോ, കൃത്യമാണ്. ഖുതുബിയത്ത് എന്ന് പറയുന്നത് തന്നെ ഖസീദത്തുൽ ഖുതുബിയ്യ, ഖുതുബിയത്താകുന്ന ഖസീദ ബൈത്ത്. അപ്പൊ ഖുതുബിയത്ത് എന്ന് പറഞ്ഞത് ആ ബൈത്താണ് കൂട്ടരെ. അത് എഴുതിയത് സദഖത്തുല്ലാഹിൽ ഖാഹിരിയാണ്. കണ്ടില്ല ബഹുമാനപ്പെട്ട പകർ ഉസ്താദ് ഖസീദത്തുൽ ഖുതുബിയ്യ എന്താണ് എന്നും ആരുടേതാണ് എന്നും അത് ഖുതുബിയത്തിന്റെ ഒരു ഭാഗമാണ് എന്നും അതിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ദുആ അതൊക്കെ കൂടിയതാണ് ഖുതുബിയത്ത്, അതിന്റെ രചയിതാവ് ഇബ്രാഹിം മുസ്ലിയാറാണ് എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ട് നൗഷാദ് വ്യാഖ്യാനിക്കണ നോക്കിയാണ് നിങ്ങൾ. ഖുതുബിയത്താകുന്ന ഖസീദ. അപ്പൊ ആ ഖുതുബിയത്തിനാണ് ഖസീദ എന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട് കണ്ടുപിടുത്തം? ഏതായാലും ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല. ഇനി നിങ്ങൾ വിലയിരുത്തുക. ന്യായീകരിച്ച് മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് തന്നെ ഈ പറയുന്നത് മുഴുവൻ പൊട്ടത്തരാണല്ലോ റബ്ബേ എന്ന് മനസ്സിലാകുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് നൗഷാദ് തിരിയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 2 ക്ലിപ്പുകൾ കൊണ്ടുവന്നത്. എന്നിട്ട് എന്താ ഈ 2 ക്ലിപ്പിൽ നിന്നും കിട്ടിയത്? അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു 10 മണിയാക്കണം. ഒരു അങ്ങാടി പോയാൽ പ്രസംഗിക്കുമ്പോൾ ഒരു 10 മണി വരെ പ്രസംഗിക്കണ്ടേ? അപ്പോ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞ് ആകെ ടൈമാണ് ഒപ്പിച്ച. ഇതാണ് നൗഷാദിന്റെ സ്വഭാവം, ഇതാണ് അവന്റെ അവസ്ഥ. ഏതായാലും ഖുതുബിയത്തുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇപ്പൊ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി